നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മളുടെ സന്തോഷ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണും, ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എങ്കിലും ഞങ്ങൾ തുടരുന്നു. നമ്മൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ നീ എങ്ങനെയാ സിനിമ എടുക്കാന്ന് ചോദിച്ചാൽ നിന്റെ തന്തന്റെ വയസ്സില്ല എന്ന് പറയേണ്ടി വരും. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ ഒരു ഷോയിൽ പറയുന്നു. താങ്കൾ ഇത് അടിച്ചു മാറ്റി. അതുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. ഇവിടെയാണ്, ഇതാണ് ഇവിടുത്തെ വിഷയം. എന്നിട്ട് ഒരു സംവിധായകൻ പറഞ്ഞു, സംവിധാന പേര് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ആദ്യ ഷോട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൈ വരച്ചു. ഞാൻ വിചാരിച്ചു ഈശ്വര, ഈ 19 വർഷം പലരുടെയും കൂടെ പോയിട്ട് ഇയാൾക്ക് ആദ്യ ഷോട്ട് എടുക്കുമ്പോൾ ഇയാളും തിരെ കൈ വരച്ചേ. ഒരു ഗായകന്റെ മുന്നിൽ ഞാനൊരു പാട്ട് പാടുമെന്ന് പറയുമ്പോൾ അതിന് ഒരു ബാത്റൂമിൽ പോലും പാടാത്ര സന്തോഷം വേണ്ടിയിട്ട് സാധാരണ ആളുകളോട് പാടുന്ന പോലെയല്ല സാറിന് മുന്നുന്നത്. എനിവേ, ഇടവ പാതി വന്നെൻ്റെ നാവുകളിൽ മൊഴിഞ്ഞു, കാറ്റുണർത്തു വെപ്പുമരത്തണലിൽ ഞാനിരുന്നു. എനിക്ക് വയ്യ. സോ കേറി വാടാ മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരു വീഡിയോ. മേഡം, ഞാൻ എത്തി. എന്റെ ശങ്കരൻകുട്ടി, നീ ആ പൂവെടുത്ത് ചെവിയിലോട്ട് വെച്ചിട്ട് ഈ പുസ്തകങ്ങൾ പിടിക്കുക. ചോദ്യം: ഈ രംഗത്തിൽ കാണിക്കുന്ന കാറിന്റെ നമ്പർ ഇതിലേതാണ്? ഭഗവാനെ, അല്ല, വളരെ ഈ കളിക്ക് ഞാനില്ല. അല്ല, വളരെ സൂചിച്ച പുറമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. KL02 AV 1866, B KL02 BV 1886, C KL02 AV 1666. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ഗസ് അടിച്ചു നോക്ക്. നിങ്ങളുടെ ഒരു ഭാഗ്യം ഞാൻ നോക്കട്ടെ. സി KL02 AV 1666. നോക്കാം നമുക്ക്. ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. തെറ്റോ ശരിയോ അത് നമുക്കൊരു പ്രശ്നമേ അല്ല. ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്, അല്ലേ? ആണോ സർ? ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാല് ഈ കോവിഡ് സമയത്തൊക്കെ ഞാൻ കണ്ടല്ലോ ഒരുപാട്. അത് പബ്ലിസിറ്റിക്കാണോ അതോ ഞാനതാണ് പറയുന്നത്. ഞാൻ ആദ്യം ചാരിറ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സർ, നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ചെറുതായിട്ട് വേദപഠനം ഉണ്ടായിരുന്നു. അപ്പം ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം സാഖ്യയോഗം. ഇതിനിടയിൽ ഞാൻ ചോദിച്ചോട്ടെ, സോറി, ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ടിരുന്നല്ലേ? ഇപ്പൊ ഇല്ലേ സർ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ കണ്ടില്ല ഇത്ര നേരം അല്ലേ? ഉണ്ട്. രണ്ട് കൈ പിടിച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ വേദപഠനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടച്ചായ ഒരു സംഭവമാണ് പ്രജാഹാതി യഥാകാമൻ സർവാൻ പാർത്ഥ മനോഗതൻ ആത്മനേവ് ആത്മനാ സൃഷ്ട സ്ഥിതപ്രജ്ഞസ്ത ഉച്ചത. ഭഗവാൻ പറയുന്നു, ആരാണ് ഈശ്വരവിശ്വാസി എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന ഉത്തരമാണ് അവനവനിൽ സന്തോഷം കണ്ടെത്തുന്നവനെ ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു. അപ്പം നമ്മൾ അത്രയും കാലം മനസ്സിലാക്കി ഈശ്വരവിശ്വാസി എന്ന് പറഞ്ഞാൽ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നവരും ചന്ദനം തൊടുന്നവരോ അല്ലെങ്കിൽ തൊപ്പിയിടുന്നവരോ താടി വളർത്തലൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോയപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി. അതായത് ഒരു ഈശ്വരവിശ്വാസി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ മറ്റുള്ള ഒബ്ജക്ട്സ് അയാൾക്ക് ഒന്നിനോടൊരു ഒട്ടലുണ്ടാവില്ല. ഭഗവാൻ ഉദ്ദേശിച്ച് ഇപ്പം നമ്മളൊരു ബസ്സിൽ കയറി 100 രൂപയ്ക്ക് 10 രൂപ കൊടുത്ത് ബാക്കി 90 വാങ്ങാൻ വിട്ടുപോയി. നമ്മൾ അന്നത്തെ ദിവസം പോയി, ബസ്സിൻ്റെ പേര് മറന്നല്ലോ ഭഗവാനെ, നീ നാളെ അവനോട് അടി കൂടണമല്ലോ, എന്നാലും തിന്നാതെ കുടിക്കാതെ എൻ്റെ 90 പോയല്ലോ, നമ്മുടെ വിഷമം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയായിട്ടൊന്ന് ഉടക്കി ഭർത്താവായിട്ട് ഉടക്കി നമ്മളെ ദിവസം പോയി, എന്നാൽ അവൾ അത് എന്നോട് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ മോനായാലും മോളായാലും വിചാരിച്ച +2 മാർക്ക് കിട്ടിയില്ല, അടുത്ത വീട്ടിലെ കുട്ടീനെ മാർക്ക് കിട്ടിയില്ല, തീർന്നു. എന്തിന്? നമ്മളൊരാളെ ഫോൺ ചെയ്യാൻ പോകുമ്പോൾ ഫോണ് ഹാങ്ങായി, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സീരിയൽ കാണാൻ പോകുമ്പോൾ പെട്ടെന്ന് കേബിൾ കട്ട്. ഇതൊക്കെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്നു. ദാറ്റ് ഈസ് നമ്മൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന് തീരുമാനിച്ചത് കണ്ടക്ടറാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണ്, അടുത്ത വീട്ടുകാരനാണ്, TV ആണ്, മൊബൈലാണ്.
ഇങ്ങനെ മറ്റുള്ള ഒബ്ജക്ട്സിൽ സന്തോഷം കണ്ടെത്തുന്നവനെല്ലാം നിരീശ്വരവാദികളാണ്. ഈശ്വരവിശ്വാസി ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു ഒബ്ജക്റ്റും വേണമെന്നില്ല. എന്ത് കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ഇത് ഓക്കെയാണ്, എന്ത് നഷ്ടപ്പെട്ടാലും ഓക്കെയാണ്. അപ്പോൾ ഇതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നിനോടും, അതായത് ഭഗവാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പം പണത്തിനോട് നമുക്ക് ഇഷ്ടമേ പാടൂ, അമിതമായ ഇഷ്ടം പാടില്ല. ഭക്ഷണത്തിനോട് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്, ജീവിക്കുന്നതേ ഭക്ഷണത്തിനാണ്. അത് സെക്സ് ആയാലും അങ്ങനെ തന്നെ. സെക്സ് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. എന്ന് വെച്ചാൽ ജീവിക്കുന്നേ സെക്സിനാവരുത്. അങ്ങനെ വന്നപ്പോൾ അത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു തിയറിയാണ്, എന്ത് കിട്ടിയാലും പകുതി മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന്. കാരണം ഇപ്പോൾ എനിക്കൊരു 10 ലക്ഷം കിട്ടിയാൽ എൻ്റെ മനസ്സൊരു സന്തോഷം, നീ അതിൽ 5 ലക്ഷം നീ അർഹിക്കുന്നുള്ളൂ. 5 ലക്ഷം നിനക്കുള്ളതല്ല, അതിനി എങ്ങനെ കിട്ടിയാലും. അത് നമ്മൾ ഈ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി സന്തോഷ് പണ്ഡിറ്റ് ഒരാൾക്ക് കൊടുത്തിരിക്കും. അതാരെയും കാണിക്കാനോ നെറ്റിലൊട്ടിച്ച് നടക്കാനോ ചാരിറ്റിയോ അല്ല. സന്തോഷ് പണ്ഡിറ്റിൻ്റെ തിയറിയാണത്. സന്തോഷ് പണ്ഡിറ്റ് അത് അർഹിക്കുന്നില്ല. കാരണം പണത്തിനോട് ഇഷ്ടമേ പാടൂ, ഭ്രാന്തമായ ഇഷ്ടം ശരിയല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, മുമ്പ് PW ഞാൻ ജോലി ഉണ്ടായിരുന്നു, സാറിന് അറിയുമെന്നറിയില്ല. ആ ജോലിയുള്ള സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, പല കുട്ടികളെയും പഠിപ്പിക്കുക. അപ്പം ഞാൻ കൂടുതലും നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അപ്പോൾ ഇത് എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളത്, ഒന്നുകിൽ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പശുക്കുട്ടിയായാലും കോഴിക്കുട്ടി, ആട്ടുംകുട്ടി, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മേടിച്ചു കൊടുക്കുക. സാർ കണ്ടോന്നാണ് ഇപ്പോൾ ഈ അടുത്ത് ഇവിടെയൊക്കെ വന്നിട്ട് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ലോട്ടറി കച്ചവടം തുടങ്ങാനുള്ള സഹായം. ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കുക. സാർ ഇപ്പോൾ എന്നെ പലരും വിളിക്കുമ്പോൾ സാർ ഇങ്ങനെ ഇപ്പോൾ കൊറോണ പീരീഡിൽ ഞങ്ങൾ ബുദ്ധിമുട്ടും എന്നൊക്കെ പറയുമ്പോൾ സാർ പൈസ തരുമോ എന്നാണ് പലരും ചോദിച്ചത്. ഞാൻ പറഞ്ഞു പൈസ കൊടുക്കുന്ന പരിപാടിയേ ഇല്ല, സാധനം വാങ്ങി തരാം. ഞാൻ പൈസ എന്നാ അപ്പോൾ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ആയിരം അല്ല. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചാൽ കൊടുക്കും. ഇപ്പോൾ ട്രെയിനിലായാലും ഒരാൾ പൈസ വരുമോ എന്ന് വെച്ചാൽ പറയും പൈസ കിട്ടിയോണ്ട് ചേട്ടൻ എന്താ ചെയ്യുക? ചേട്ടാ ഞാൻ ഭക്ഷണം വാങ്ങിക്കഴിക്കും. ഞാൻ ഉടനെ പോയിട്ടൊരു ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇവൻ പറയും അത് വേണ്ട, അങ്ങനെ 2 റുപ്യ എന്നാൽ മതി എന്ന്. അപ്പം സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് ചാരിറ്റി എന്നതിനെക്കാട്ടി ഞാൻ പറയാം, ഞാൻ പഠിച്ച ഒരു കാര്യം അപ്ലൈ ചെയ്യുന്നു സാർ. അങ്ങനെയല്ല വേണ്ട. ഇത് നമ്മൾ ഡയലോഗ് അടിക്കാനല്ലല്ലോ. നമ്മൾ ഈ ബുക്കും ഇങ്ങനെ ബുക്കിൽ അത് പറഞ്ഞു, ദൈവം അത് പറഞ്ഞു, അതല്ലല്ലോ സാർ. ഓക്കെ, അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് കാറുണ്ടോ സാർ? ഇപ്പം നിലവിൽ വണ്ടി വിറ്റ അവസ്ഥയിലാണ്. ഉണ്ടായിരുന്നു സാർ. അതായത് ഇപ്പോൾ നമ്മൾ ഈ കൊറോണ പീരീഡിൽ ഞാൻ പറഞ്ഞില്ലേ സാർ, ഈ അവസാനത്തെ സിനിമ 2 വർഷം ഇപ്പോൾ പെൻഡിങ്ങാണ്. മെയിലായിരുന്നു. സാധാരണ വണ്ടിയാണ്, സാധാരണ വണ്ടിയാണ്. പക്ഷേ യെസ്, അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇതേപോലെ ബുക്കും സാർ ഞാനെല്ലാം കുഞ്ഞാണ് ചെയ്യുന്നത്. ചെയ്ത കാര്യങ്ങളൊക്കെ അത്രയും ചെറുതാണ്. പക്ഷേ അത് ഇത്രയും കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ അത് വലുതാവും. ഇപ്പോൾ ഈ ജൂൺ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പടം ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ സാർ, ഞാൻ അന്ന് 4 വയസ്സുള്ള 11 വർഷം മുമ്പ് ഈ സിനിമ ഇറങ്ങിയപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇന്ന് നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികളാണ്, വലിയ കുട്ടികളാണ്. അവരൊക്കെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വിളിക്കും. പിന്നെ ചിലർക്ക് അറിയില്ല സന്തോഷ് പണ്ഡിറ്റാണ് ഈ സ്കൂളിൽ പോയിട്ട് പൈസ കൊടുക്കുന്നത്, ഇവർക്ക് അറിയില്ല. അല്ലെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മറ്റൊരു മുഖം ഇവിടെ കുറേ ആൾക്കാർക്ക് അറിഞ്ഞൂടാ എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു ഓവർ പബ്ലിസിറ്റി നമ്മളെ ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, ഇത് പബ്ലിസിറ്റി എന്ന് എനിക്ക് കേട്ടോ. അപ്പോൾ അന്ന് ഈ കുട്ടികൾക്ക് പുസ്തകമോ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ സാർ ഞാൻ വാങ്ങുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ലോറിയിലൊക്കെ വലിയ വാഹനത്തിലേക്കാണ് ബുക്ക് കൊണ്ടുവരുന്നത്. അവർ ഈ ഹോൾസെയിലിൽ കൊടുക്കുന്ന പോലെയാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുതരുന്നത്. കാരണം ഒരു സൈഡ് ആലപ്പുഴയ്ക്ക് കൊടുക്കാൻ, ഒരു സൈഡിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ പല കുട്ടികളും എന്നെ കാണുന്ന പോലുമില്ല. പക്ഷേ ഞാൻ കൃത്യമായി ഞാൻ അധികം ടീച്ചേഴ്സായി ബന്ധപ്പെടും. സാറോട് എത്ര കുട്ടികളാണ് ബുദ്ധിമുട്ടെന്ന് അവർ ലിസ്റ്റ് തരുന്നു, ഒന്നുകിൽ ഞാൻ സ്കൂളിൽ കൊടുക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കൊറോണ പീരീഡിൽ എനിക്ക് അന്ന് TV പ്രോഗ്രാമില്ല, നമുക്ക് ഇനോഗ്രേഷൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വണ്ടി വിറ്റു. അപ്പോൾ എങ്ങനെ ഇപ്പോഴും KSRTCയിലും ഇതിലൊക്കെയാണ് പോകുന്നത്. ഓക്കെ, CKL02 AV 1666. ഒട്ടും കോൺഫിഡൻസ് ഇല്ല, കറക്കി കുത്തുകയാണ്. ഉത്തരം ശരിയല്ല. ഓക്കെ, അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം KL02 AV 1666. 2000 രൂപ. വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു അത്. ഇപ്പൊ സന്തോഷ് പറഞ്ഞില്ല, ഇപ്പൊ ബസ്സിലും ട്രെയിനിലും ഒക്കെയാണ് വന്നെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് സന്തോഷ് കുറെ ഇതൊക്കെ എഴുതിയിരുന്നല്ലോ. എന്താണ് കുറെ ലേഖനങ്ങൾ ഒക്കെ എഴുതിയില്ല. എന്താണ് നിങ്ങളുടെ നിലപാട്? ഞാൻ പറയുന്നത് കേരളയിൽ അല്ലെങ്കിൽ ഇപ്പം ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ളത് ആശയം നല്ലതാണ്. പക്ഷെ അതിൻ്റെ സ്പീഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി നമ്മളെ ഇന്ത്യയിൽ, കേരളത്തിലില്ല, സെമി ഹൈ സ്പീഡ് എന്ന് പറയുന്ന ഈ ബുള്ളറ്റ് വന്ദേ ഭാരത് ട്രെയിനുണ്ട്. ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് വന്നിട്ട് അടിച്ചു നോക്കാം. 2-3 വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഉത്തർപ്രദേശ്, കാശ്മീർ സൈഡിലേക്കൊക്കെ പോകുന്ന വണ്ടിയുണ്ട്. ഇതേ തന്നെ കിട്ടും, നമ്മുടെ ഇതേ പാതയിൽ തന്നെ ചെയ്യാം, പോട്ടെ. പക്ഷെ ഒരു ബുള്ളറ്റ് ട്രെയിൻ വരുന്ന എപ്പോഴും നല്ലതാണ്, വേറെ വിഷയം.
സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കേരളയിലൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. ഇനി അതല്ല കടമെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഈ ആളുകളുടെ പ്രശ്നം എന്താണ്, ഞങ്ങളവിടെ ആളുകളുടെ വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കുറ്റി അടിച്ച് നാളെ ഇവരെ പകുതി വരികയില്ല, അവസാനം ഞങ്ങളെ സ്ഥലം വിൽക്കാൻ പറ്റൂല. കാരണം അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഇതിലേക്ക് വരുമ്പോൾ ഇവർക്ക് വായ്പ കിട്ടൂല, വിൽക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാനും ആവില്ല. ഇനി അവിടെ ഒരു കൺസ്ട്രക്ഷനെ പറ്റൂല, അതേസമയം ഇത് തുടങ്ങില്ല. അപ്പം ഞാൻ പറയുന്നു, നമ്മളൊരു പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ സർക്കാരിനോടായാലും എനിക്ക് പറയണേ പെട്ടെന്ന് ചെയ്യാം. ഒന്നുകിൽ പൈസ അവർക്ക് കൃത്യമായി കൊടുത്ത് അവർ ഒഴിപ്പിച്ച്, അപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അവർ പറയുന്ന പൈസ അത്രേ പറ്റും, അത് അവരോട് കൃത്യമായിട്ടിരുന്നുണ്ട്. ഇങ്ങനെ അല്ലാതെ വെറുതെ കുറ്റിയടിച്ചു പോയാൽ വെറുതെ കുറച്ച് പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കലാവും. അല്ല വെറുതെ കുറ്റിയടിക്കുകയും അല്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിൽ പൈസ ഇല്ല കേട്ടോ, ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കുറ്റി അവിടെ ഉണ്ടാവുകയും ചെയ്യും. ആ പാവപ്പെട്ടവർക്ക് ഒരിക്കലും ഈ വീടിൽ വിൽക്കാൻ പറ്റില്ല, വായ്പ കിട്ടില്ല, ഒരു കൺസ്ട്രക്ഷൻ അവർക്ക് നടക്കില്ല. അതോടൊപ്പം തന്നെ ഈ എടുക്കുന്ന സ്ഥലത്തിൻ്റെ ഇവിടെ ഒരു ബഫർ സോൺ എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗം അവർ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ശരി. അപ്പോൾ അവരെ സ്ഥലം യഥാർത്ഥത്തിൽ ഗവൺമെൻറ് എടുക്കുന്നില്ല, പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. സർ എഫക്റ്റീവ്ലി അത് നിങ്ങൾ കൊടുത്തതിന് തുല്യമല്ല ഇവരെ. അങ്ങനെ നമ്മളിപ്പോൾ ഇതാണെങ്കിൽ വളരെ അടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ പറ്റില്ല, അത് ശരിയാ പറയുന്നത്. അപ്പോൾ ഇത്ര മീറ്റർ ഇവിടെയും കൊടുത്തു, ഇത്ര മീറ്റർ ഇവിടെയും കൊടുത്തു, പറയുന്നത് കറക്റ്റാണ് തിയററ്റിക്കലി. പക്ഷെ നമ്മൾ ഈ സ്ഥലത്തിന് പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇതിൻ്റെ നഷ്ടം ആരും കൊടുക്കും? അപ്പം ഞാൻ പറയുന്നു, ബഫർ സോണിലുള്ള ആളുകൾക്ക് കൂടി നഷ്ടപരിഹാരം കൊടുക്കണം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. കാരണം ഈ കേരളിനെ കൊടുക്കുന്നേക്കാൾ സ്ഥലം ചിലപ്പോൾ ഈ ബഫർ സോണിന് വരുന്നുണ്ട് അല്ലേ? അങ്ങനെയൊരു ഇതല്ലേ നിങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഒന്നുകിൽ ആളുകൾക്ക് കൃത്യമായി കൊടുത്ത് ചെയ്യണം. അതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ചെയ്യണോ എന്ന് ചിന്തിക്കണം. ഇനി അതല്ല, കാരണം അത് കോൺഫിഡൻസ് കൊണ്ട് മാത്രം 1 ലക്ഷം കോടിയൊന്നും നമുക്ക് വരില്ല. പിന്നെ ഇത് ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പൈസക്കൊന്നും നിൽക്കുകയില്ല. അപ്പം അതുകൂടി ഒന്ന് മുൻകൂട്ടി കണ്ട്, അതല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടൊരു സെമി ബുള്ളറ്റ് ട്രെയിൻ ചോദിച്ചാൽ മതി, ഇതേ കാര്യം നടക്കും. ഇതേ പാതയിലൂടെ ഒരു വന്ദേ ഭാരത് ട്രെയിൻ വന്നാൽ കേരളിന് ഈക്വലാണ് ഏതാണ്ട്. കേറിവാടാ മക്കളയിൽ ഇതാ 4ാമത്തെ ചോദ്യം. സിനിമയിൽ ഉണ്ണി മുകുന്ദൻ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ നിറം ഏതാണ്? കാണിക്കുന്നില്ല. ഇല്ല. എ ചുവപ്പ്, ബി വെള്ള, സി കറുപ്പ്. സർ എ ചുവപ്പ്. ഓക്കെ, ആർ യു കോൺഫിഡന്റ്? എ ചുവപ്പ്. വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല. ഞാൻ എടുത്ത് വെച്ച് പൂട്ടി ഇരിക്കട്ടെ. കാരണം നിങ്ങൾ ഈ ഭഗവത്ഗീതയെല്ലാം വളരെ കൃത്യമായിട്ട് വായിക്കുന്നതും വളരെ ഭക്തിയുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ലേ? ഈ നെറ്റിയിൽ എപ്പോഴും ചന്ദനം ഉണ്ടല്ലോ. സാർ അത് ഭക്തി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയും ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു കൃത്യമായിട്ടുള്ള ഒരു അല്ല ഞാൻ പറയുന്നത്. ഇവിടെയും സാധാരണക്കാർ സിനിമ എന്ന് പറയും, സന്തോഷ് പണ്ഡിറ്റ് സിനിമ എന്ന് പറയുന്നതിലുള്ളൊരു വ്യത്യാസമുള്ള പോലെ സന്തോഷ് പണ്ഡിറ്റ് ഭക്തി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മൊത്തമുള്ളൊരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഒരു വലിയൊരു എനർജി, അങ്ങേരെ ഒരു ചെറിയ എനർജിയാണ് നമ്മൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ കാന്തവും ഒരു ബ്ലേഡും, ഇതാണ് സംഭവം. അല്ല അതിൻ്റെ ഒരിത്. ഇപ്പോൾ അച്ഛനും അമ്മയും ഒരു കഷ്ടപ്പെട്ടൊരു മാംസക്കട്ടിയെ ഉണ്ടാക്കുന്നു. ഈ മാംസക്കട്ടിക്ക് ഈ വലിയ എനർജി, ഒരു കുഞ്ഞ എനർജി കൊടുത്താൽ അത് ഓടിച്ചാടി നടക്കും, അല്ലെങ്കിൽ ചാവ് കുട്ടിയാവും ഇറങ്ങുമ്പോൾ. അച്ഛനമ്മ, അതായത് ഒരു കുട്ടിയുടെ ജനനത്തിൽ അച്ഛനമ്മയ്ക്കും വലിയ പങ്കൊന്നും ഇല്ല. കുട്ടിയുടെ ശരീരത്തിൽ മാത്രമേ പങ്കുള്ളൂ, ആത്മാവിനില്ല. ഈ ആത്മാവ് എന്ന് ഇവിടെ ഉള്ളവർ പറയുന്ന എനർജി ഈ വലിയ എനർജി കൊടുക്കുന്നതാണ്. ഇതാണ് എൻ്റെ. ഈ മരണം എന്ന് പറഞ്ഞാൽ ഈ വലിയ എനർജി തന്ന എനർജിയെ തിരിച്ചെടുക്കുന്നതിനെയാണ് മരണം. സന്തോഷ് പണ്ഡിറ്റിന് കുട്ടികളുണ്ടോ? ഒരു മോനുണ്ട്. ഒരു മോൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കും. സന്തോഷ് പ്രേമിച്ചിട്ടുണ്ടോ? നമ്മൾ ചെറുപ്പം മുതലേ പല ആളുകളെയും ഒരുപാട് പേരെ പ്രണയിച്ചു, ഒന്നും വർക്കായില്ല. സാർ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഞാൻ ജനനസമയം എൻ്റെ ജാതകം ശരിയാണോ എന്നുള്ളത് ഒരു ചെറിയൊരു സംശയം. നക്ഷത്രം മകീരമാണ്. മകീരം. അപ്പോൾ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ലേശം ജോത്സ്യം കൂടെ അറിയുന്നൊരു വ്യക്തി. അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞിരുന്നു അത്യാവശ്യം 12ഓളം രാജയോഗമുണ്ട്, ഫേമസ് ആവും, ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ത് ചെയ്താലും ഹിറ്റാവും എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ വാക്കുകളാണ്. അച്ഛൻ പറഞ്ഞു സാധാരണ ആളുകളെ ബ്രഹ്മാവ് എന്താവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് കുറച്ച് ടൈം എടുത്തിട്ട്, ഇത് ചെറുപ്പത്തിൽ പറഞ്ഞ ടൈം എടുത്തിട്ടാണ് നിന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിന്നിൽ നിന്ന് ചിലതെല്ലാം നീ ചെയ്തു വരണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ബ്രഹ്മാവ് ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കും? അച്ഛൻ പറഞ്ഞു, വെറുതെ ഉണ്ടാക്കിയാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 70-80 വയസ്സാണെങ്കിലും തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വിശ്രമിക്കുക, സെക്സ്, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവരൊന്നും ചെയ്യാനില്ല. ടൈം എടുത്തവൻ അങ്ങനെയല്ല ചെയ്യുക. ആ വ്യക്തി ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് സൂചിപ്പിച്ചു. പ്രേമിച്ചിട്ടുണ്ടോ? ഈ ഒരൊറ്റ കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ആരും വഞ്ചിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ആരും പ്രണയിച്ചിട്ടില്ല. വഞ്ചിക്കണമെങ്കിൽ ആദ്യം ഒന്ന് പ്രണയിക്കണമല്ലോ. സോ എ ചുമപ്പെന്നാണ് പറഞ്ഞത്. ഉത്തരം വിഷ്വലൊന്നുമില്ല. ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സോ കേറിവാടാ മക്കളയിൽ 5ാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. ബ്യൂട്ടിഫുൾ സോങ്. അടിപൊളി. ചോദ്യം, ഇത് ഏത് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നൃത്തം അരങ്ങേറുന്നത്? എ സെന്റ് പീറ്റേഴ്സ് കോളേജ് ഫോർ വുമൺ, ബി മദേഴ്സ് കോളേജ് ഫോർ വുമൺ, സി മേരി മാത കോളേജ് ഫോർ വുമൺ. ബി മദേഴ്സ്. ബി മദേഴ്സ് കോളേജ് ഫോർ വുമൺ. ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ഇത് മമ്മൂക്കയായിട്ട് അഭിനയിച്ച ഒരു പടമാണല്ലോ. യെസ്. വാട്ട് വാസ് ദ എക്സ്പീരിയൻസ്? എന്താണ് മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ചെറുപ്പം മുതലേ നമ്മളുടെ അല്ല, ഈവൻ സാറിനായാലും ചിത്രേച്ചി അല്ല, അതല്ല, നമ്മളിവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഈവൻ നമ്മൾ ഈ ചാനലെല്ലാം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, മമ്മൂക്കൊക്കെ ഇരുന്ന അല്ലെങ്കിൽ ലാലേട്ടനൊക്കെ ഇരിക്കുന്ന ആ ഒരു ചെയറിലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പുറമെ നമ്മൾ ഈ കളിയെല്ലാം കളിക്കുന്നതിന് അൾട്ടിമേറ്റ് ആയിട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എന്തായാലും നമ്മുടേതായ ഒരു പ്രയത്നം കൊണ്ട് നമുക്ക് എഴുതുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു മാസ്റ്റർ പീസ് സിനിമയിൽ വിളിക്കുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതിന് ഉദയകൃഷ്ണ സാറിനോടും അതിൻ്റെ സംവിധായകൻ അജയ് വാസുദേവ് സാറിനോടൊക്കെ നന്ദി പറയുന്നു, മമ്മൂക്കേനോട്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം ഇതും ഞാനും മമ്മൂക്കയുടെ കോമ്പിനേഷനുണ്ട്. എനിക്ക് കിട്ടുന്നല്ലേ, ചിലപ്പോൾ മമ്മൂക്ക അഭിനയിച്ചു അത് എൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിലും ചെറിയൊരു വിഷമം തോന്നും, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അദ്ദേഹം ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ ഒരു നമ്മൾ മുൻകാല ധാരണ പലരും പറഞ്ഞവരൊന്നും ഇദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എന്നോടൊക്കെ നല്ലൊരു കമ്പനി ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ സിനിമയിൽ രാവിലെ ഞാൻ ഭക്ഷണ സാധനമായിട്ട്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഡിഫറെൻ്റ് രാവിലെ സാധനമായിട്ട് വരുന്നു. ഈ ടോട്ടൽ കാര്യങ്ങളും മേക്കപ്പ് ആയാലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇത്രയും കഴിഞ്ഞ് രാത്രി 9 മണിക്ക് അവിടുത്തെ ആ ഒരു വീടാണെങ്കിൽ അവിടുത്തെ വേസ്റ്റിന് ഞാൻ ഇത് വെച്ച് ഒരു കമ്പാരിസൺ ചെയ്യാം. അവിടെ ഈ ചാക്കൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇത്രയും ചെയ്യുന്ന ഞാൻ വേറെ ആളെ സെറ്റിൽ ചെല്ലുമ്പോൾ സംസാരം ഷൂട്ടാകുമ്പോൾ വിളിക്കട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ മോനെ ശരി, നമുക്ക് റിലാക്സ് ആണ്. ചിലപ്പോൾ 11 മണിക്കായിരിക്കും, ചിലപ്പോൾ 4 മണിക്കായിരിക്കും. ഇനിയിപ്പോൾ സന്തോഷ് സാറേ എന്നാ ഷൂട്ട് നടക്കും തോന്നില്ല കേട്ടോ, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ഇത്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഈ ഓടിച്ചാടി വർക്ക് ചെയ്യുന്ന എനിക്ക് ഞാൻ തന്നെ അവിടെ ആലോചിച്ചു, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി തരാം, എന്തെങ്കിലുമൊക്കെ ഒരു പണി കൂടെ എന്നെ ഏൽപ്പിച്ചിരുന്നു എങ്കിൽ ഉച്ചഭക്ഷണം സന്തോഷം ഒന്ന് വിളമ്പി കൊടുക്കുമെന്ന് വെച്ചാൽ ഞാൻ റെഡിയായിരുന്നു. പക്ഷെ അത് അവിടെ ആളുണ്ട് എല്ലാത്തിനും. അപ്പോൾ എന്തായാലും ഒരു മമ്മൂക്ക വിളിക്കാറുണ്ടോ? 1-2 പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിരുന്നു. അതായത് നമ്മൾ ഒരു തിരക്കുള്ള ഒരാളെയൊക്കെ നമ്മൾ അവർ ആദ്യം കാണുമ്പോഴത്തേക്ക് ടെൻഷൻ വല്ലതും തോന്നി? ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, പിന്നെ അതിന് ശേഷമായിരുന്നു. അപ്പോൾ ഇന്ന് മമ്മൂക്ക വരുന്നു, ഫസ്റ്റ് സന്തോഷ് പണ്ഡിറ്റായിട്ടുള്ള കോമ്പിനേഷനാണ്, ഓക്കെ നോക്കാം. അപ്പോൾ അദ്ദേഹം ഒരു സൈഡിലിരിക്കുന്നു, ഞാൻ കാല് തൊട്ട് വന്നിച്ചു, ചേട്ടാ സാർ അനുഗ്രഹിക്കണം, ഓക്കെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. പിന്നെ ഫസ്റ്റത്തെ ഇത് നമ്മളിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതിപ്പോൾ ലോകത്തെ ആരെ നമ്മളെ ഓപ്പോസിറ്റിൽ വരികയാണെങ്കിലും അഭിനയം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണല്ലോ സാർ. അതിപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും പുതുമുഖമാണെങ്കിലും വാട്ടവർ നമ്മൾ നമ്മളെ പണി കൃത്യമായിട്ട് എടുക്കുന്നു. സത്യത്തിൽ കുറച്ച് പേർ സന്തോഷം പറഞ്ഞില്ലേ, എല്ലാവരും പറയുന്നു അദ്ദേഹം സീരിയസ് ആണെന്ന്. പക്ഷേ അടുത്ത് അറിയുന്ന എല്ലാവർക്കും അറിയാം നല്ല മനുഷ്യനാണ്, നല്ല ഒരു തങ്കപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മഹാഭാഗ്യമാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ. തീർച്ചയായിട്ടും. സോ ബി മദേഴ്സ് കോളേജ് ഫോർ വുമൺ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു.
വെരി ഗുഡ്. ഇന്നിവിടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. സോ വളരെ രസകരമായിട്ടുള്ള ചർച്ചയാണ്. ഇവിടെ നിർത്തുന്നില്ല. നാളെ രാത്രി 8 മണിക്ക് വീണ്ടും നമ്മൾ സന്ധിപ്പോ. ടിൽ ദെൻ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സന്തോഷിൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ സന്തോഷിൻ്റെ പാട്ട് മാത്രമേ പാടത്തുള്ളൂ. ബാക്കിയുള്ളവരുടെ പാട്ട് എന്താ പാടാത്തെ? ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ. ഇനി ആ പെൺകുട്ടീനെ കണ്ടു, നല്ലൊരു കുട്ടി, ഭാര്യയായെങ്കിൽ ഉടനെ നമ്മൾ ആലോചിച്ചു, സന്തോഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ്? രക്തം, കഫം, മലം, മൂത്രം ഇതൊക്കെ ഉള്ളടാ. എടാ, എല്ലാ പെണ്ണുങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ തന്നെയുള്ളു. ഓട്ടെ കോപ്പ്. സ്വകാര്യ ഭാഗങ്ങളിൽ ഇങ്ങനെ ടാറ്റു ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം പീഡിപ്പിച്ചു എന്നാണ് ഞാൻ വായിച്ച ന്യൂസ്. എനിക്കറിയില്ല, ശരിയും തെറ്റും നമുക്കാർക്കും അറിയില്ല. സ്വകാര്യമായ സ്ഥലങ്ങളിൽ നമ്മൾ ടാറ്റു ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ അപ്പോൾ നിങ്ങൾ സ്ത്രീ വിദ്വേഷിയാണല്ലേ?